ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ പിടിക്കാൻ വമ്പൻ തന്ത്രങ്ങളാണ് ബി.ജെ.പി. ഒരുക്കിയത്. ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ. മാത്രമല്ല ബി.ജെ.പിയിൽ വലിയ സ്വാധീനമുള്ള നേതാവുമായിരുന്നു അണ്ണാമലൈ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത്. എന്നാൽ അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരിൽ പോലും ദയനീയ പ്രകടനമാണ് ബി.ജെ.പി. നടത്തിയത്. അണ്ണാമലൈക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പിനെ അവഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ ഏൽപ്പിച്ചത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് മാത്രമല്ല, ദയനീയ പരാജയമായിരുന്നു ഫലം. ഇതോടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അണ്ണാമലയോട് അമർഷത്തിലുമാണെന്നാണ് വിവരം. പിന്നാലെ അണ്ണാമലൈ ഫെലോഷിപ്പിന് വേണ്ടി UK പോകാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 3 മാസത്തെ കോഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിക്കുന്നത്. അതോടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നാട് വിടുന്നതായി മറ്റ് പാർട്ടിയിലെ നേതാക്കൾ ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. എതിർപ്പുകൾ കടുത്തതോടെ തൽക്കാലം ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചെന്നും തുടർന്നാണ് അണ്ണാമലയുടെ യാത്രയെന്നുമാണ് മറ്റൊരു സൂചന. ഇതുവരെ ബി.ജെ.പി. ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത തമിഴ്നാട്ടിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന് അണ്ണാമലൈ വലിയ വിജയം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആ വാഗ്ദാനത്തിന് മങ്ങലേറ്റതിന് പിന്നാലെ അദ്ദേഹം UK പോകുന്നത് തമിഴ്നാട് ബി.ജെ.പി. രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 3 മാസത്തെ ഫെലോഷിപ്പിന് വളരെ കാലമായി അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. യുവ നേതാക്കൾക്കും പ്രൊഫഷണലുകൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത പരിപാടിയായ ചെവനിങ് ഗുരുകുലം ഫെലോഷിപ്പ് ഫോർ ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് സെപ്റ്റംബർ പകുതിയോടെ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കും. തിരഞ്ഞെടുപ്പ് തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും 39കാരനായ അണ്ണാമലയിലുള്ള വിശ്വാസം പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്രമണാത്മക ശൈലി തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ശക്തമായ അടിത്തറ ഒരുക്കിയെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത്. സംസ്ഥാനത്തെ 39 ലോക്സഭാ സീറ്റുകളിൽ 12 എണ്ണത്തിലും AIADMKയെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള NDA 2-ാം സ്ഥാനത്തെത്തിയിരുന്നു. ബി.ജെ.പി. സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരുന്നു. AIADMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജയലളിതയെ വിമർശിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് AIADMK ബി.ജെ.പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കാനുള്ള പ്രധാന കാരണം. ഇതും തിരിച്ചടിയായതായി സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്.